ഇങ്ങനെ കണ്ണീരും ദുരിതവും നിറഞ്ഞ ജീവിതം മടുത്തു. ഞാൻ മക്കളെയും കൂട്ടി ജീവനൊടുക്കാൻ പോകുകയാണ്. കോട്ടയം ഏറ്റുമാനൂർ പള്ളിക്കുന്നിലെ ജിസ്മോളുടെ അവസാന വാക്കുകളായിരുന്നു ഇത്. വിദേശത്തുള്ള സ്വന്തം പിതാവിനെ ഫോണിൽ വിളിച്ചു പറഞ്ഞ ശേഷമാണ് അഭിഭാഷകയായ യുവതി മക്കളെയും കൂട്ടി പുഴയിൽ ചാടിയത്. അതിനു മുൻപ് ജിസ്മോൾ പലതവണ ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. ജിസ്മോളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ട്. മക്കൾ രണ്ടുപേരുടെയും ഉള്ളിൽ അണുനാശിനിയുടെ അംശവും കണ്ടെത്തി. മരണകാരണം ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പിതാവും സഹോദരനും വിദേശത്ത് നിന്ന് എത്തിയ ശേഷം പരാതി സ്വീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. LLM ബിരുദധാരി, ഹൈക്കോടതിയിൽ അഭിഭാഷക, മുത്തോലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബാംഗം അഡ്വക്കേറ്റ് ജിസ്മോളുടെ പശ്ചാത്തലം ഇങ്ങനെയാണ്. പിന്നെ എന്തിനാണ് അവർ രണ്ട് പിഞ്ചുകുട്ടികളുമായി മീനച്ചിലാറ്റിൽ ജീവനൊടുക്കിയത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടുകയാണ് പോലീസ്. ചൊവ്വാഴ്ച പലതവണ ജിസ്മോൾ ആത്മഹത്യാശ്രമം നടത്തിയതിന്റെ സൂചനകൾ പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ ലഭിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടും ഇത് ശരിവെക്കുന്നു. കോട്ടയം RDOയുടെ നേതൃത്വത്തിൽ വിശദമായ ഇൻക്വസ്റ്റിന് ശേഷമാണ് ജിസ്മോളുടെയും മക്കളായ നേഹയുടെയും നോറയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത്. 4.5 മണിക്കൂറോളം നീണ്ടുനിന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടി. 3 പേരുടെയും ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് മരണകാരണം. ജിസ്മോളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞ നിലയിലായിരുന്നു. നടുവിന് മുകളിലും മുറിവേറ്റിട്ടുണ്ട്. കുട്ടികളുടെ ശരീരത്തിൽ അണുനാശിനിയുടെ അംശം കണ്ടെത്തി. ആറ്റിൽ ചാടുന്നതിന് മുമ്പ് ജിസ്മോൾ മക്കൾക്ക് അണുനാശിനി കൊടുത്തിരുന്നതായാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് പോലീസ് അന്വേഷണം. ജിസ്മോളും കുട്ടികളും ഗാർഹിക പീഡനം നേരിട്ടിരുന്നതായി അടുത്ത ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയുടെ പിതാവും സഹോദരനും വിദേശത്തു നിന്നും എത്തിയ ശേഷം മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം ഏറ്റവും മിടുക്കിയായ സഹപ്രവർത്തക ആത്മഹത്യ ചെയ്തതിന്റെ ഞെട്ടലിലാണ് മുത്തോലി പഞ്ചായത്തിലെ അംഗങ്ങൾ. വിശ്വസിക്കാനാകാത്ത വിയോഗമെന്നാണ് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമെല്ലാം പറയുന്നത്. പഞ്ചായത്തിലാണെങ്കിലും അല്ലാതെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും നല്ലൊരു സൗഹൃദമുള്ള ഒരു പെൺകൊച്ചായിരുന്നു. അതിന്റെ കാരണങ്ങൾ അവർ മാനസികമായിട്ട് അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നിരിക്കും. അത് ആരുമായിട്ട് ഷെയർ ചെയ്തതായിട്ട് ആരും പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിനെ അതുപോലെ ഉലച്ച എന്തെങ്കിലും സംഭവം ഈ അടുത്തൊരു സമയത്ത് ഉണ്ടായിട്ടുണ്ടാവാം. സ്വകാര്യ ബസ് ഉടമയും കാരിത്താസ് ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമാണ് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മി. ജിമ്മിയോടും ചില ബന്ധുക്കളോടും പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന് കിട്ടിയ പ്രാഥമിക വിവരം. പക്ഷേ പെട്ടെന്ന് കൂട്ടാത്മഹത്യയിലേക്ക് നയിക്കാനുള്ള പ്രകോപനം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ജിമ്മിയുടെ അമ്മയുടെ ചികിത്സയ്ക്കായി വീട്ടിലുള്ളവർ ആശുപത്രിയിൽ പോയിരുന്നപ്പോഴാണ് ദാരുണ സംഭവം ഉണ്ടായത്. ജിസ്മോളുടെ ഭർത്താവിനെതിരെ കാര്യമായ പരാതിയൊന്നുമില്ലെങ്കിലും കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കെതിരെ ഗാർഹിക പീഡനമടക്കമുള്ള പരാതികൾ ഉയർന്നു വരുമെന്നാണ് സൂചന. ന്യൂസ് 18 കോട്ടയം.